ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വരെ ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എങ്ങനെ ഇൻഷുറൻസ് പോളിസികളിലുള്ള ലോണിനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ഇൻഷുറൻസ് പോളിസികളിലെല്ലാം ലോൺ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അറിയില്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരെണ്ണത്തിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതൊന്ന് പോയി കേൾക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോണിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഈസി ആയിട്ട് ഒരു ലോൺ കിട്ടുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. മറ്റു ബാങ്കുകളിലോ ഒക്കെ നമ്മൾ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് പേപ്പർ വർക്കുകൾ അല്ലെങ്കിൽ പിന്നെ അതിന് പല കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ റിജക്റ്റ് ആകും. പക്ഷെ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 വർഷം അടവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രീ അപ്രൂവ്ഡ് ലോൺ അവിടെ ഉണ്ട്. അത് അതിൻ്റെതായ ക്യാഷ് വാല്യൂ അതിന്റെ ബേസിലാണ് കിട്ടുക. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ഗുണം എന്താന്ന് വെച്ചാൽ മറ്റ് ബാങ്കുകളിലും ഒക്കെ കൊടുക്കുന്ന ഇൻട്രസ്റ്റിന്റെ റേറ്റിനേക്കാൾ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമുക്ക് ഇൻഷുറൻസ് പോളിസികളിൽ ലോൺ കിട്ടുന്നത്. പിന്നെ നമ്മൾ 6 മാസം ഒരിക്കൽ ലോണിന്റെ ഇൻട്രസ്റ്റ് തുക അടച്ചു കൊടുത്താലും മതി. നമ്മൾ ക്യാപിറ്റൽ എമൗണ്ട് അടച്ചില്ലെങ്കിൽ കൂടെ ഇൻട്രസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് അടച്ചു പോയാൽ പോലും നമുക്ക് ആ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതുപോലെ ആണ്. പക്ഷെ നമ്മൾ അതിന്റെ തുക ഫുള്ളായിട്ട് അടച്ചില്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് കിട്ടുന്ന ബെനിഫിറ്റിൽ നിന്ന് അത് കുറവ് ചെയ്തിട്ടാണ് തരിക. അപ്പൊ അങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ഇൻ കേസ് ഒരു ഡെത്ത് ആണ് സംഭവിക്കുന്നതെങ്കിൽ ആ ഡെത്ത് ബെനിഫിറ്റിൽ നിന്നും ലോണിന്റെ തുക കഴിച്ചിട്ടുള്ള എമൗണ്ടേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെയാണ് മെച്യൂരിറ്റി വരുന്നതും അങ്ങനെ തന്നെയാണ്. കാലാവധി എത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ട ബെനിഫിറ്റിലും നമ്മൾ ലോൺ അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ ആ ലോണിന്റെ എമൗണ്ട് പിടിച്ചിട്ട് ബാക്കിയുള്ള തുകയായിരിക്കും നമുക്ക് തരിക. ഇനി ഇൻ കേസ് നമ്മളിപ്പോൾ വീണ്ടും അതിന്റെ മേലെ ലോൺ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടേണ്ട തുകയേക്കാൾ കൂടുതൽ ആ ലോണിന്റെ എമൗണ്ട് വന്നു കഴിഞ്ഞാൽ അതൊരു ലോണിന്റെ ആയിട്ടുള്ള ടാക്സ് റൂൾസിലേക്കൊക്കെ അത് പോകും. ടാക്സ് ഒക്കെ കൊടുക്കേണ്ട ഒരു ഇതിലേക്ക് വരും. പോളിസി ലാപ്സ് ആവാനുള്ള കാരണവും ആകും. അപ്പൊ അതുകൊണ്ട് ലോൺ എടുക്കുന്നവർ ശ്രദ്ധിക്കുക, എപ്പോഴും അതിന്റെ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് അടച്ചു കൊടുക്കുക. കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലെ എമൗണ്ട് ഒക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് അത് അതിന്റെ ക്യാപിറ്റൽ എമൗണ്ട് കൂടി അടച്ച് ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ കൂടി ഒരു ലോൺ അവിടെ ഉണ്ടെന്നുള്ളത് ഏറ്റവും വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് ഇതിൽ നിന്നും ലോൺ എടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ഏതാനും മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തുന്നതും ആയിരിക്കും. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് അത്യാവശ്യമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പൊ ഈ വിവരം എല്ലാവർക്കും ഒരു അനുഗ്രഹമായി, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് നല്ല വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയി എന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ, ബൈ ബൈ.